നമസ്തേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നമസ്തേയുടെ കുഴപ്പമുണ്ടോ? പരസ്പരം നമസ്തേ. ഞാൻ സുനിൽ മാഷിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് കരുതുക. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് പ്രകൃതിയെ കാണാനായിട്ട് ഇങ്ങനെ അവനവൻ്റെ കണ്ണാടി നോക്കി നിന്നാൽ മതി. ഇങ്ങനെ മണ്ണുകൊണ്ട് മനുഷ്യൻ രൂപപ്പെട്ടു എന്നൊക്കെ ഉള്ള സെന്റിക് വായന കുറച്ചിങ്ങനെ പോയറ്റിക്കായിട്ട് എടുക്കുന്ന ഒരാളാണ്. മനുഷ്യൻ മണ്ണാണ്. പക്ഷെ അതിൻ്റെ ഒരു വിവർത്തനത്തിൽ അപാകത പറ്റിപ്പോയി. അത് ഉയർത്തുന്ന ഉള്ള സംഭവം. മനുഷ്യൻ ഭൂമിയാണെന്നുള്ളൊരു വായന തെറ്റി വായിച്ചു. മണ്ണിങ്ങനെ വളരെ ലിമിറ്റഡ് ആയ സംഭവം. എർത്തെന്ന് പറയുന്നത് വല്ലാത്ത പോസിബിലിറ്റിയാണ്. അതുകൊണ്ട് എന്തൊക്കെ ഈ ഭൂമി ആയിരിക്കുന്നു, നാസിസ്ത മൈക്രോക്രോസ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. അത് എനിക്ക് തന്നെ ഒരു കുറച്ചുകൂടി ഒരു സെന്റിക് വേർഷനായത്. എന്തൊക്കെ ഈ ഭൂമി ആയിരിക്കുന്നു അതൊക്കെ നടത്താം. വലിയേറ്റവും വലിയറൊക്കെ ഉണ്ട്. ലുണാറ്റിക് എന്ന വാക്ക് എങ്ങനെയാണ് വന്നത്? പൈത്യക്കാർക്ക് വേണ്ടിയുള്ള വിശേഷമാണ് ലുണാറ്റിക്. ലൂണച്ചന്ദ്രനാണ്. ഇതിരിപ്പോന്ന് തന്നെ മീതിയിരിക്കുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ എൻ്റെ സങ്കല്പമാണ്. കാര്യങ്ങൾ അത്രയും അങ്ങനെ പരത്തി പറയാതെ നമുക്കത് ചുരുക്കാവുന്നേ ഉള്ളൂ. വെറുതെ പ്രകൃതിയാണ്. അതിന് ഒന്നുകൂടിയൊക്കെ തിരിച്ചറിയുമ്പോൾ വിളിക്കുന്ന വാക്കാണ് ബോധോദയം, വ്യവീക്കണിക. ബുദ്ധ തന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, ദേവീക്കേണ്ടത്. എന്താണ് ബുദ്ധയ്ക്ക് സംഭവിച്ച ബോധോദയം? പെട്ടെന്നൊരു ദിവസം അയാൾക്ക് മനസ്സിലായി തനി പ്രപഞ്ചത്തിലെ ഒരു തളർപ്പ് മാത്രമാണ്. തൻ്റെ തലയ്ക്ക് മീതെ കാറ്റിലനങ്ങുന്ന ഈ ഇലകളും താനുമൊക്കെ ഒരേ കാറ്റിലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ആ ദിവസത്തിൻ്റെ പേരാണ് ഉണർന്ന ദിവസം. റിയലൈസേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു ഭാരതം. പെട്ടെന്നുള്ള കണ്ടെത്തലൊന്നും അല്ല, ഉണ്ടായിരുന്നൊരു കാര്യം ഒരു ദിവസം തിരിച്ചറിഞ്ഞു. അപ്പൊ ഇങ്ങനെ തനിക്ക് വേണ്ടി ഇങ്ങനെ പാല് വരൻ്റെ ചുണ്ടിലേക്ക് ഇട്ട് വീഴ്ത്തുന്ന സുജാത എന്ന് പറയുന്ന പെൺകുട്ടി മകളായിട്ട് അനുഭവപ്പെടും. കാര്യങ്ങൾ ഇങ്ങനെ വ്യത്യാസമുള്ളതാണ് പോലെ ഞാൻ വിചാരിക്കുന്നു. അത്തരം ബോധോദയത്തിൻ്റെ താരെ നിൽക്കുന്നവർ, ഇടനാഴി നിൽക്കുന്നവരൊക്കെ തന്നെ ഇവിടെ കൂട്ടിയിരിക്കുന്നവർ, അവർക്കൊക്കെ പിടുത്തം കിട്ടുന്നുണ്ട് തങ്ങൾ ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ഒരു തളർപ്പ് മാത്രമാണ്. അതിൻ്റെ പിടുത്തം കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിനയം, ആദരവ്, ഇതിനകത്ത് മനുഷ്യൻ രൂപപ്പെടും. ഞാൻ ആ പദം ആനന്ദിൽ നിന്ന് കടമെടുക്കുകയാണ്. ജൈവ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു വാക്ക്. പക്ഷെ ഭാഷയിൽ ആദ്യമായിട്ട് ആ പദം ഉപയോഗിച്ചത് ആനന്ദായിരിക്കണം. ആനന്ദിൻ്റെ ആ പുസ്തകം കുറെ അധികം ദാർശനിക അടകളുള്ള പുസ്തകമാണ്. അങ്ങനെ ഇത്തിരി ലൈറ്റായിട്ട് ആ ടൈറ്റിൽ മാത്രം എടുക്കുക. കുറെ കൂടി ജൈവ മനുഷ്യർ നമുക്കിടയിൽ രൂപപ്പെടും. നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യും. എന്തുമാത്രം കൂടി പദങ്ങൾ ഈ ഭൂമിയിലുണ്ട്. കുത്തഴിഞ്ഞ നിഘണ്ടു കണക്ക് പദങ്ങൾ ചിതറിക്കിടക്കുന്ന ഭൂമിക്കകത്തുന്ന ഒരു 19 വയസ്സാകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ കുറച്ച് പദങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിനകത്ത് തന്നെ ആവർത്തിച്ച് ഉപയോഗപ്പെടുത്തുന്ന പദങ്ങൾക്കകത്ത് നിങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്നു ചെറിയ മക്കളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെ ആ പദം കുറെ കൂടി കണ്ടെത്താനും ഉപയോഗിക്കാനായിട്ട് നമ്മൾ സഹായിക്കണം. ജൈവം കൂടി അജൈവത്തിൻ്റെ വിപരീതമായിട്ടൊന്നുമല്ല കേട്ടോ. പ്രപഞ്ചം എന്ന് പറയുന്ന അതിനകത്ത് തന്നെ പഠിക്കുന്ന വാക്കാണ് ജൈവ മനുഷ്യൻ. എന്താ ഈ ജൈവ മനുഷ്യൻ എന്ന് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇങ്ങനെ ശിരസ്സിൽ കവിത കൊണ്ട് കിടക്കുന്ന മനുഷ്യൻ. എന്തോ ചില കവിതകളുള്ളതാണ് നമ്മളുടെ കൂടിയിരിക്കുന്നത്. കവിതയുടെ വിപരീത പദം കണക്കാണ്. കണക്കത്ര മോശം ശാസ്ത്രമൊന്നുമല്ല. ഈ ഫോട്ടോഗ്രാഫിക്ക് പോലും ഭംഗി ഉണ്ടാവുന്ന കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. ഗോൾഡൻ റേഷ്യോന്നൊക്കെ
നസീറൊക്കെ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെസൺസ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ എന്തിനും കണക്കൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം കുറെ കഴിയുമ്പോൾ ഈ കണക്ക് നമ്മുടെ ഈ ഒരു ബുദ്ധിയെ കീഴ്പ്പെടുത്തുന്ന ഒരു കാലം വരും. അപകടം പിടിച്ചത് സമയം ഇത്രയും കണക്ക് അവനവന്റെ ശിരസിൽ അടങ്ങണ്ടെത്തി കഴിഞ്ഞാൽ വല്ലാത്ത പ്രായോഗികമായ ഒരു മനുഷ്യനുണ്ടാവും. ഈ പ്രാഗ്മാറ്റിക് മാൻ, വളരെ അപകടം പിടിച്ച മനുഷ്യൻ. അതൊരു കുഴപ്പം ചെയ്യുന്നില്ല കേട്ടോ. അതൊരിക്കലും റോഡ് നിയമങ്ങൾ തെറ്റിക്കുന്നില്ല. തുപ്പണമെങ്കിൽ പോലും നഗരസഭ വെച്ചിട്ടുള്ള വീട്ടെ മാത്രമേ തുപ്പത്തുള്ളൂ. പക്ഷെ അപകടം, അല്ലാത്ത അപകടം പിടിച്ച മനുഷ്യൻ. ആ അപകടത്തിലേക്ക് ചാഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നല്ല ശ്രദ്ധ വേണം. രണ്ട് കോളങ്ങളിലേക്ക് ജീവിതം ചുരുങ്ങാൻ പാടില്ല, ലാഭം നഷ്ടം. അപ്പൊ ഇത്രയും പേര് ഈ ഒരു ചെറിയ ദേശത്തിന്റെ പലയിടങ്ങളിലായിട്ട് 2 ദിവസമായിട്ട് പാർക്കുന്നുണ്ട്. തിരികെ ചെല്ലുമ്പോൾ നിങ്ങളൊരു ചങ്ങാതി ചോദിക്കുകയാണ്, ഇതുകൊണ്ട് എന്തായിരുന്നു പ്രയോജനം? ദീർഘവിശ്വാസമല്ല എന്തായാലും ഉത്തരം കൊടുക്കുക. അപ്പൊ പ്രയോജനമില്ലെന്ന് കരുതുന്ന ചില കാര്യങ്ങളിൽ മനുഷ്യർ ഏർപ്പെടണം. ബൈബിളിലൊക്കെ ഒരു വാക്കുണ്ട്, നിന്റെ അപ്പത്തെ നദിയിലേക്ക് എറിയുക. ഇഷ്ടപ്പെട്ട കുറച്ച് വാക്കുകൾ പറഞ്ഞാൽ നിന്റെ അപ്പത്തെ നദിയിലേക്ക് എറിയുക. ഇതിങ്ങനെ കൊയ്ത്ത് കഴിയുമ്പോൾ കുറച്ച് കറ്റകൾ എടുത്തിട്ട് ഇങ്ങനെ പുഴയിലേക്ക് ഇടും. ഇതിങ്ങനെ ഒഴുകി ഒഴുകി പോയി ഏതെങ്കിലും ഒരു തീരത്ത് അടിഞ്ഞ് അവിടെ കുറച്ച് ഇങ്ങനെ പുഷ്ടിയൊക്കെ ഉള്ള മണ്ണായതുകൊണ്ട് അവിടെ അങ്ങ് തളുത്ത അടുത്ത വർഷം കൊയ്ത്താകുമ്പോൾ ഇതും കൊയ്യാൻ പറ്റുന്ന ഭാഗത്താണ്. അപ്പൊ നിങ്ങൾ അറിയാത്ത ഏതോ ഇടത്തിൽ നിങ്ങളുടെ സുഹൃത്തത്തിന് ആരുടെയോ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതെന്താ ഫലം, എന്താ ലാഭം? ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പൊതുവെ ശരാശരി മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും കിട്ടാത്തൊരു ജീവിതമുണ്ട്. കവിതയാണ് ജീവിതത്തിന് ഭംഗി കൊടുക്കുന്നത്. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്ക് എലിയെ കാണുന്ന പേടിയാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എലിയെ കാണുന്ന അത്ര പേടിയില്ല. കാരണം അവർക്ക് മിക്കി മൗസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. അലഞ്ഞു കിടക്കുന്ന ഈ എലിക്ക് ഭംഗിയുണ്ടെന്ന് ഈ കുഞ്ഞുങ്ങളെ ആരോ പഠിപ്പിച്ചു. ചെറിയൊരു നോട്ട് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. കുറെ കൂടി ഇങ്ങനെ കവിതയിലേക്ക് തിരിഞ്ഞ മനുഷ്യർ, ഇങ്ങനെ കൂലിക്ക് വേണ്ടി അധ്വാനിക്കാത്ത മനുഷ്യർ, വേണമെങ്കിൽ അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്ന തന്നെയാണ്. കൂലിക്ക് വേണ്ടി അല്ലാതെ അധ്വാനിക്കുന്ന മനുഷ്യർ. ഇപ്പോൾ മൈക്കലാഞ്ചലിനെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പിയാത്ത സാമാന്യം ഭാരമുള്ളൊരു വൻകർ ശില്പമാണ്. കുറെ അധികം പണിക്കാർ ഒരുമിച്ച് കൂടിയിട്ടാണ് ഇതിനൊരു രാവിലെ ഇങ്ങനെ പള്ളിമുറ്റത്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പണിക്കാർ ആഞ്ചലോട് പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ടോട്ടെ, നിങ്ങളാണിത് കൊണ്ടുവന്നത്. അപ്പൊ അതിനെ മീതെ മൂടിയ ആ ശീല മാറ്റി കഴിയുമ്പോൾ ഒരു വേറെ ലോകത്തിൽ പെട്ടാണെന്ന് തോന്നി. ഇങ്ങനെ പുറത്ത് നിലാവുണ്ട്, ഇങ്ങനെ എക്കാലത്തെയും മനുഷ്യ സങ്കടങ്ങൾ അനുഭവിച്ച് കിടക്കുന്ന ആ ശില്പം മുമ്പിലുണ്ട്. ഇവരിങ്ങനെ കുറേ നേരം നിശ്ചലമായിട്ട് നിന്നു. അതിനുശേഷം ഇങ്ങനെ പണം കൊടുത്ത് പണിക്കാരെയൊക്കെ ഒഴിവാക്കാനായിട്ട് ആഞ്ചലോ ശ്രമിക്കുമ്പോൾ ഈ കൂലിപ്പണിക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് പണം വേണ്ട, ഞങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടിയിട്ടില്ല. മറ്റൊരിടത്ത് ക്ഷേത്രനടയിൽ ഇങ്ങനെ മാധവച്ചക്കാര് കൂത്തിലേർപ്പെടുകയാണ്. ഒരാൾ പോലും ഇല്ല. ആരോ ഒരാൾ ഇതിന്റെ അനുഭവം പറയുന്നു, ചക്കാര് ആരും ഇല്ലല്ലോ, വിളക്കുണ്ടല്ലോ, വിളക്കുണ്ടല്ലോ. ഇത്തിരി കൂടി ഇങ്ങനെ ലാഭനഷ്ട കോളങ്ങളിൽ നിന്ന് കൊതറി നിൽക്കാനായിട്ടുള്ള ക്ഷണം അവർക്ക് ഈ അദ്ദേഹം സൂചിപ്പിച്ച കണക്കിന് അപരനിലേക്ക് അതർ ഓറിയന്റഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നു. ഒന്നത്. രണ്ടാമതായിട്ട് ഇന്ന് തുറന്നു പിടിച്ച കണ്ണാണ്. യേശു പറയുന്നൊരു വാക്കുണ്ട്, കണ്ണിന്റെ വിളക്ക്. മുഴുവൻ പ്രപഞ്ചവും അവനവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ റെറ്റിനിലൂടെയാണ്. പക്ഷെ എത്ര കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഈ കരുണ ഉണ്ടായിരുന്നു, നമ്മൾ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ തടവുകളിൽ കൊണ്ടുവരുമ്പോൾ കങ്കാണികൾ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ഇരയുടെ കണ്ണി നോക്കാൻ പാടില്ല, കണ്ണി നോക്കിയ ദയവുണ്ടാവും. അതുകൊണ്ട് അവരിങ്ങനെ കണ്ണ് താത്തിയിട്ടാണ് പഠിക്കുന്നത്. കുറെ കൂടി ഇങ്ങനെ കണ്ണിലേക്ക് നോക്കാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറെ കൂടി ലോകത്തിന് വ്യത്യാസം ഉണ്ടാവും.
ഇതാ ബൊളിവിയൻ വനത്തിൽ അയാളെ വളഞ്ഞു പിടിക്കുകയാണ് സൈനികര്, ചെകുവര്. മരിച്ചു വീഴുന്നതിനേക്കാൾ മുമ്പേ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ തോറ്റൊരാൾ. ചെന്നിട്ട് ഡോക്ടർ നടത്തും, ഡോക്ടർക്ക് പേര് തോറ്റൊരാൾ. എന്നാലും ഫിഡലിനോട് പറയണം, ഒരു തോൽവിയും ഒരു പോരാട്ടത്തിനെ അവസാനമാക്കണ്ട. എന്നിട്ട് മരിച്ചു നിലത്ത് വീഴുമ്പോഴും എൻ്റെ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിരുന്നു. ചെറിയ മക്കൾക്ക് ഗൂഗിളിലൊക്കെ ചെകുവരയുടെ അന്ത്യ നിമിഷത്തിൻ്റെ ചിത്രം കാണാവുന്നു, അല്ല മൃതശരീരത്തിൻ്റെ ചിത്രം കാണാവുന്നതാണ്. കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിട്ടുണ്ട്. പിന്നെ സദാ തുറന്നു വെച്ച കണ്ണ് സ്വാഭാവികമായിട്ട് നനയാതാവില്ല. തുറന്നു പിടിച്ച കണ്ണുകൾക്ക് മാത്രമേ ഇങ്ങനെ കുറച്ചുകൂടി ഈർപ്പത്തിലൂടെയൊക്കെ നടക്കാൻ പറ്റൂ. ഫാഷൻ സാറിവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവെ പ്രതീക്ഷിക്കാവുന്ന ഒരാളായിരുന്നു. ഇതിൻ്റെ സൂഫിസം എന്ന് പറഞ്ഞ പുസ്തകം നിശ്ചയമായിട്ടും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം. അതിനകത്ത് ഒറ്റക്കണ്ണൻ ഗുരുവിൻ്റെ കഥ പറയുന്നുണ്ടാണ്. തൻ്റെ ഒറ്റക്കണ്ണിൻ്റെ കാരണം ഗുരു അവസാന നേരങ്ങളിൽ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കണക്കിന് 2 കണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമുക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, അത്രയും ആത്മമാത്രം. കൊടിയ കടം കൊണ്ട് അയാളിങ്ങനെ നാട് വിട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ രാവിലെ എന്നെ കാണാൻ വന്നു. ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പുലരിയാകുമ്പോൾ എന്നെ തിരിഞ്ഞു നോക്കി ഈ ചങ്ങാതി നടന്നു പോയി. എന്നാൽ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം പിടുത്തം കിട്ടി, എൻ്റെ ഈ 2 കണ്ണിൽ ഒരു കണ്ണ് നനഞ്ഞിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹ് ചങ്ങാതിയുടെ സങ്കടം കേട്ടിട്ട് നനയാത്ത എൻ്റെ ഇടത് കണ്ണിലേക്ക് എന്തിനാ? അങ്ങനെ ഒറ്റക്കണ്ണല്ല. ലോകത്ത് ഇത്രയും സങ്കടങ്ങൾ നമുക്ക് ചുറ്റും കൂടി ഇങ്ങനെ ഇരമ്പി ഓടുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ എന്തുമാത്രമാണ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത്. അയാൾ നമ്മളായിട്ടൊരു സന്ദേശം റിജക്റ്റ് ചെയ്തു, ഒരാൾ നമ്മുടെ മിസ് കോൾ കണ്ട് തിരിച്ചു വിളിച്ചില്ല, ഇഷ്ടപ്പെട്ടു. ലോകം ഇങ്ങനെ അവനവൻ്റെ കാഴ്ചകളിലൂടെ ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അല്ല ഒരു ദുരന്തമില്ല. മലയാളികൾ ദുരന്തം അനുഭവിച്ചിട്ടില്ല, ഒരു പടവട്ടം വന്നിട്ടില്ല, സുനാമി ഒന്നും ഈ തീരത്തുകൂടി പോയല്ലാതെ പ്രകൃതിയുടെ ഒരു ദുരന്തം പറഞ്ഞിട്ടില്ല. അവനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ദുരന്തമാണ് മിസ്കോള്. കരഞ്ഞുകൊണ്ട് ലോകം ഓടുന്നത് ചുറ്റുമായിട്ട് അവനവൻ്റെ വൈകാര്യത്തേക്ക് ഇത്ര ഇടം കൊടുക്കാൻ പാടില്ല. ഞാൻ ഈ കൊച്ചിയിലൊക്കെ പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. ഇങ്ങനെ ഗോഫ്ലോറി ബസ്സിൽ അരുവിൽ നിന്ന് കയറുന്ന പെൺകുട്ടിയുടെ കഥ. നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് അവളുടെ ഒരു സന്ദേശത്തെ അവളുടെ ചങ്ങാതിൽ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിനകത്താണെങ്കിൽ ഇങ്ങനെ ഡ്രൈവർ പോലും കൈവിട്ട് കരയുന്ന വെച്ചാൽ പാട്ട് വെക്കുക. അങ്ങനെ പുറത്ത് മഴ, എല്ലാം കൂടി ഒരു മെലങ്കോളിക്കായിട്ടുള്ളതാണ്. കുട്ടി കരയുന്നത് കുഴപ്പമില്ല, പക്ഷെ അവർക്ക് നെട്ടൂർ വരെ കരയാൻ അവകാശമില്ല. എന്താ കാര്യം? നെട്ടൂരൊരു ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ നാട്ടിൽ ഈ ഓങ്കോളജിയിൽ ഏറ്റവും എമ്പതിയുള്ള മനുഷ്യൻ അവിടെ ഉണ്ട്, ഗംഗാധരൻ ഡോക്ടർ. അതുകൊണ്ട് പുറത്തെപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാകും. ഒരമ്മ സാരിയുടെയൊക്കെ മുണ്ടാണ്ടുകൊണ്ട് ഇങ്ങനെ സാരി തലപ്പുകൊണ്ട് കുഞ്ഞിനെയൊക്കെ പുതപ്പിച്ച് ഈ മഴയത്തിട്ടുണ്ട് കയറി വരുന്നു. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ മീതെയുള്ള ഈ സാരി തലപ്പ് മാറ്റുമ്പോൾ ഈ പുറകിലിരിക്കുന്ന പെൺകുട്ടി കണ്ടു ആ ചെറിയ കുട്ടിയുടെ ശിരസിങ്ങനെ പൂർണ്ണമായിട്ട് മുഖം ചെയ്തു ഷേവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ നീല മാർക്ക് ചെയ്തിട്ടുണ്ട്. റേഡിയേഷൻ ചെയ്തിട്ട് വരുന്ന കുട്ടിയാണ്. ഇനി അരൂരിലെ പെൺകുട്ടിക്ക് വരാൻ അവകാശമില്ല. അപരനിലേക്ക് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ അവനവൻ്റെ സങ്കടങ്ങൾ ഇത്രയും വൈകി പോകുന്നത്. ഇങ്ങനെ കുറച്ചുകൂടി തുറന്നു പിടിച്ച കണ്ണെന്നുള്ളതാണ് ഈ ജൈവമനുഷ്യൻ രണ്ടാമത്തെ പ്രത്യേകത. 3, സ്വാഭാവികമായിട്ട് വിരിച്ചു പിടിച്ച കരം, എക്സ്റ്റൻഡഡ് ഹാൻഡ്സ്. കുരിശ് യേശു ജീവിച്ച ജീവിതത്തിൻ്റെ അടയാളമാണ്. പലരും അതിന് വിശ്വാസികൾ ഉൾപ്പെടെ അതിനെ തെറ്റിദ്ധരിക്കുന്നത് അവൻ്റെ മരണത്തിൻ്റെ അടയാളമാണ്. അവൻ ജീവിതത്തിൻ്റെ അടയാളമാണ്. മോസ്റ്റ് എക്സ്റ്റൻഡഡ് ലൈഫ്. ഇങ്ങനെ തോളൽ ഒടിയുന്ന വിധത്തിൽ മനുഷ്യർക്ക് കൈപിടിക്കാൻ പറ്റും. എത്ര കാലമായി ഇങ്ങനെ ഒന്ന് കയ്യൊക്കെ നീട്ടിയിട്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർട്ട് ഓഫ് റിലേറ്റിംഗ്. നിങ്ങൾ നിങ്ങളുടെ പരിസരവുമായിട്ട് എത്രമാത്രം റിലേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ കലയുടെ പേരാണ് സ്പിരിച്വാലിറ്റി. അങ്ങനെ റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പൊസസീവ് പ്രവണത ഉണ്ടാകും.
അതാണ് എല്ലാത്തിനകത്തും വ്യത്യാസം ഉണ്ടാക്കുന്നത്. എന്താണത്? എൻ്റെ. ഈ വാക്കിന് വല്ലാത്ത മുഴക്കമാണ്. ഓർക്കുമ്പോൾ ഒരു കുഞ്ഞു പദമാണ്, പക്ഷെ ഇതുണ്ടാക്കുന്ന മുഴക്കം അപാരം. തീപ്പൊടലേറ്റ ഒരു പെൺകുട്ടിയുടെ ആസിഡ് ആക്രമണത്തിന് ശേഷമാണ് ഡോക്ടർ വീട്ടിലേക്ക് പോകുമ്പോൾ അവളോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നീ കണ്ണാടി നോക്കരുത്, അത് താങ്ങാൻ പറ്റില്ല. എന്നിട്ടും അവളിങ്ങനെ കണ്ണാടി നോക്കി നിൽക്കുമ്പോൾ അവളുടെ തന്നെ വാക്കിനെ ഉപയോഗിക്കുകയാണ്, അഴയിൽ ഉണക്കാനിട്ടിരിക്കുന്ന ഒരു നനഞ്ഞ ചാക്കുകൾ ഇങ്ങനെ പോകും. എനക്കാ കൂടുതൽ എന്താ പറയുക, 2 സുഷിരങ്ങളുള്ളൂ. ഇങ്ങനെ വരഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവൾ ശ്രദ്ധിച്ചു, ഇതേ കണ്ണാടിയിൽ 2 കൈ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അവളെ ഇങ്ങനെ പുറകോട്ട് ചേർത്ത് പിടിച്ച് കാതിൽ മന്ത്രിക്കുകയാണ്, നീ എൻ്റേതാണ്. അവളുടെ പുരുഷൻ. അപ്പോഴാണ് ആ വാക്കിനൊക്കെ ഇത്രയും മുഴക്കമുണ്ടെന്ന് പിടിക്കപ്പെടുന്നത്. എൻ്റേതാണ്. ശേഷിച്ചിങ്ങനെ ലജ്ജയ്ക്കും അപമാനത്തിനൊക്കെ കാരണമായിട്ട് നിൽക്കുമ്പോഴേക്കിന് ചേർത്ത് പിടിക്കുന്ന മനുഷ്യൻ. ആ വാക്ക് കുറെ കൂടി ഉപയോഗിക്കുക. എൻ്റെ കുഞ്ഞ്, എൻ്റെ പുരുഷൻ, എൻ്റെ സ്ത്രീ, എൻ്റെ ആകാശം, എൻ്റെ ഭൂമി. സ്പിരിച്വാലിറ്റി ഈസ് ദ ആർട്ട് ഓഫ് റിലേറ്റിംഗ്. ഇങ്ങനെ കുറെ കൂടി ഇങ്ങനെ മനുഷ്യർ കൈവിരിച്ചിട്ടുണ്ട്. ശോകത്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ വിശാലമാകാത്ത തരം ആന്തരിക ജീവിതത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ ബൃഹത്താവാന്നുള്ളതാണ്. എന്നിട്ടും ഇങ്ങനെ ഈശ്വരനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുന്ന ഇടങ്ങളിൽ ഈ മനുഷ്യന് വിശാലമാകാനും കൈകോർത്ത് പിടിക്കാനൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ കാരണം കൊടുക്കാറ്? വലിയ അപരാധമല്ലേ? വിശേഷിച്ചും ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ 3 തവണ കുറച്ചുകൂടി ഇങ്ങനെ പിടിച്ചു പിടിച്ച കരം. സെന്റ് കെവിൻ വൃക്ഷമായപ്പോഴെന്നും പറഞ്ഞൊരു കവിതയുണ്ട്. ഐറിഷ് ഒരു പോയിന്റിൻ്റെതാണ്. മങ്കായ മനുഷ്യൻ കുറെ കാലത്തിന് ശേഷം ആ ദേശത്ത് വെയിലുണ്ടാകുമ്പോൾ തൻ്റെ ഹെർമിറ്റിൽ നിന്ന് ഈ മനുഷ്യൻ പുറത്തേക്ക്, പർണശാലയിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അവിടെ ഇങ്ങനെ നിന്ന് ഈ മനുഷ്യൻ ഒന്ന് കണ്ണുപൊട്ടി നിന്നപ്പോൾ എവിടെ കൊണ്ടുപോയി അട ഇരിക്കണമെന്ന് ആലോചിച്ച് നടന്നൊരു കുരുവി വന്നിട്ട് അയാളുടെ കൈത്തലത്തിലിരിക്കും. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു കുരുവി വന്ന് അതിനൊക്കെ കുഞ്ഞു മുട്ടയാണ്. വലിച്ചിങ്ങ് പോകാവുന്ന കാര്യമുള്ളൂ, പക്ഷേ പോകേണ്ടത് തീരുമാനിച്ചു. കുറച്ചു കാലം മതി ഇതൊക്കെ വിരിഞ്ഞു പോകാനായിട്ട്. വിരിഞ്ഞു പറക്കമുറ്റി പറന്നുപോയി. ഇപ്പം കൈവരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ എവിടെ മുട്ടയിടണമെന്ന് തപ്പിടുന്ന മറ്റൊരു കുരുവെന്ന് മുട്ടയിട്ടു. ഡോഡി മനുഷ്യൻ തീരുമാനിച്ചു, കൈവരിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ നിന്ന് ഈ മനുഷ്യന് ഈ വേരുകളുണ്ടായി, തണുപ്പുകളുണ്ടായി, അതിങ്ങനെ മരമായി മാറിയതാണ് സങ്കരി വൃക്ഷമാണ്. അങ്ങനത്തെ മനുഷ്യർക്ക് ഈ കൂട്ടത്തിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ പേരുകളിൽ പറയാവുന്ന വിധത്തിൽ ഒരു 20 പേരെങ്കിലും എനിക്ക് പറയാം. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വൃക്ഷമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. നസീർ ഈ തവണത്തെ മാതൃഭൂമിക്കകത്ത് എഴുതിയിരിക്കുന്ന കുറിപ്പോട് ഒന്ന് വായിച്ചാൽ വേണ്ട. മരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ മരമായിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ മനുഷ്യൻ സങ്കല്പിക്കാവുന്ന ഏറ്റവും മതിപ്പുള്ള ഒരു മെറ്റഫറായിരുന്നു മരമാകും. അടുത്ത കാലത്തൊക്കെ ഈ പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കുന്നൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കാരണം കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കച്ചവടത്തിനും പടവട്ടത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കപ്പല് പൂമരം കൊണ്ട് ഉണ്ടാക്കാറില്ല. 3 4 ഇങ്ങനെ സദാ പിളർന്നൊരു മനസ്സ്. ഞാൻ സൂചിപ്പിച്ച കണക്ക് ഇങ്ങനെ മോസ്റ്റ് ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബൻസ്. ഇവർക്ക് ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഇത് സ്വസ്ഥമായിട്ടിരിക്കുന്ന എന്താ കാരണമുള്ളത്? നമ്മുടെ ചൂടോ സ്വസ്ഥതയാണ് ആദ്യം ഇങ്ങനെ തകർക്കപ്പെടേണ്ടത്. കുടുംബം, കൃത്യമായ ശമ്പളം, വീട്, വാഹനം. കാലകാലങ്ങളായിട്ട് ഇങ്ങനെ അനുദിന വ്യവഹാരങ്ങൾ ഇങ്ങനെ നേരിടുന്ന ആത്മീയ പ്രഭാഷണം തുടർച്ചയൊന്നുമല്ല. പക്ഷെ ആ ചൂട് സ്വസ്ഥത നമ്മൾ അർപ്പിക്കണുണ്ടോ? ആ മരപ്പണിക്കാരൻ പറയുന്നൊരു വാക്കുണ്ടല്ലോ, എവിടെയാണ് നിന്റെ വീടെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിങ്ങനെയാണ്, കുരുവിക്ക് കൂടുണ്ട്, കുന്നരിക്ക് മാളമുണ്ട്, ഇത് വീടില്ല. വീടില്ല എന്ന വേദപുസ്തക വാക്കിൻ്റെ അർത്ഥം സ്വസ്ഥതയിലായിരിക്കണം. നിങ്ങൾ എന്തിലേക്ക് ഗൗരവമായിട്ട് പ്രവേശിക്കാൻ ആഗ്രഹിച്ചാലും ആദ്യം നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്ന നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വസ്ഥത. 4 ഇങ്ങനെയാണ്
ഒരു സ്വസ്ഥതയില്ലാത്തൊരു മനസ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ ഈ നാട്ടിലെ ഉന്മാദികളായി പോയത്? ബ്രഹ്മദാസൊക്കെ നേരിട്ടടുപ്പമുള്ള തമാശയൊക്കെ ഉണ്ടാവും, അത് കണക്കും തമ്പറ്റും കുറെ അധികം പിടികൂടത്തിലൊക്കെ ഉണ്ടാവും. എന്താ മനുഷ്യൻ്റെ ആത്മഹത്യക്കുറിപ്പ്? ചെറിയ ആത്മഹത്യക്കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റേത് ഒരു തോറ്റ ജനതയാണ്. പരീക്ഷയ്ക്ക് തോറ്റത് കൊണ്ടോ അവൾ വേറെ കല്യാണം കഴിച്ചുകൊണ്ടൊന്നുമല്ല മനുഷ്യനോട് ആത്മഹത്യ കൊണ്ടിരിക്കുന്നത്, മറിച്ച് താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലവും മനുഷ്യരുമൊക്കെ തോറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സ്വസ്ഥത ഉണ്ടാവും. നല്ല കൃത്യമായ ഉദാഹരണം നോക്കിയാണ് ട്യൂഷൻ സെൻ്റർ. വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് പെൺകുട്ടികൾ പോകുമ്പോൾ ഒരു മധ്യവയസ്സുള്ള ഒരു മനുഷ്യനിങ്ങനെ പുറകെ പോകുന്നു. കുട്ടികൾ വന്നിട്ട് വലിയ ഇഷ്യൂ ആക്കി വീട്ടിൽ ഇങ്ങനെ ഒരു ആളൊക്കെ ഇങ്ങനെ പുറകെ വരുന്നത്. നാട്ടുകാർക്ക് സകലം ഈ ചട്ടം ഈ രീതിയാണ്. ഒന്ന് വളഞ്ഞു നിർത്തി ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടിലാക്കി എന്നിട്ട് പറഞ്ഞ്, നീ എന്തിനാണ് ഈ ചെറിയ പെൺകുട്ടികളെ പുറകെ പോകണം? ഇവിടെ ചോദിച്ചു, നിങ്ങൾ പത്രമൊന്നും വായിക്കുന്നില്ല? പത്രത്തിലൊക്കെ എന്താ ഉള്ളത്? ഇതാ നോക്ക്, ട്യൂഷൻ സെൻ്ററാണ്. അവസാനത്തെ കുട്ടിയുടെ വീട്, ഇതിനിടയിൽ ഒരു 3 കരിങ്ക, ഒരു കളിഷാപ്പ്, ഒരു കാവ്, ഒരു മൈതാനം. എനിക്ക് പേടിയാണ് അവസാനത്തെ കുട്ടി വീട്ടിലെത്തുന്നു. അടിച്ചു തുടങ്ങിയത് കൊണ്ട് അത്ര സ്മൂത്തായിട്ട് സ്കൂട്ട് ചെയ്യാന്നുള്ളത് അതിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ല. അത് പിന്നെ വരസില്ല. അതിനെന്താ, നിന്റെ മക്കളൊന്നും അല്ല. അപ്പം ഈ കഥയിൽ ആദ്യം അവസാനമായിട്ട് അയാൾ കുഞ്ഞിരിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളൊന്നുമല്ല, എൻ്റെ കുഞ്ഞുങ്ങളല്ല. അങ്ങനെ ഏതോ ഒരു കുട്ടി വൈകി ആ നടപ്പാതയിലൂടെ ഒറ്റയ്ക്ക് പോകുന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ സ്വസ്ഥ കിട്ടുന്ന മനുഷ്യൻ, അവർക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ സമാധാനം അർഹിക്കുന്നുണ്ടാവും. ഇവർക്കറിയാവുന്ന എന്തുമാത്രം ഉദാഹരണങ്ങളല്ല. കോഴിക്കോട് കുറച്ചുകൊണ്ട് മാറി കഴിയുമ്പോൾ ഒരു തീരത്തിൽ ചെറുപ്പക്കാരി പണിക്ക് പോകുന്നില്ല ഒരു പ്രത്യേക കാലഘട്ടത്തിൽ. കാരണം ആമകൾ മുട്ടയിട്ട് വിരിച്ചെടുക്കുന്ന കാലമാണ്. നാട്ടുകാർക്ക് എല്ലാം ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മാത്രമാണ് കരുതുന്നത്. അപ്പം അതിനകത്ത് ഈ ആമമുട്ടകളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഊഴം എടുത്തിട്ട് ഈ ചെറുപ്പക്കാർ പണിക്ക് പോകാതെ ഒരു ദിവസം പങ്കായ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ ദീപകാലത്ത് വീഴുക. ആമമുട്ട അടുപ്പിൽ ദീപകാരിക്കുമ്പോൾ ആമമുട്ട, അങ്ങനത്തെ കുറെ കുഴപ്പമാണ്. ഡോസ്റ്റോവസ്കിയുടെ അലീഷ പറയുന്ന കണക്ക്, ഓൾ ഓഫ് us are responsible for everything and I even more. എല്ലാവരും എല്ലാത്തിനും ഉത്തരവാദിത്തമുള്ള എനിക്കാവട്ടെ കുറച്ചേറെ ഉത്തരവാദിത്തമുള്ള. അങ്ങനെ മനസ്സിലാക്കി കുറേ പേര് 5 ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ വിധേയപ്പെടാത്ത നാട്ടല്ല. വിധേയന്മാർ പല രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ ആചാരങ്ങൾക്ക്, അല്ലെങ്കിൽ ആശംസകൾക്ക്, പ്രശംസകൾക്കൊക്കെ ഇതിലൂടെ ഒരു ദൃഢമായ നട്ടലിൻ്റെ ജീവിതം അറിയിക്കുന്നുണ്ട്. അവനവന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളോട് ഒരു ഫിഡലിറ്റി അവസാനത്തോളം. കുറച്ച് കാൽപ്പനികമാണെന്ന് തോന്നിയാൽ പോലും ഈ ചിന്ത ഓർത്തു നോക്കിയാൽ നല്ലതാണ്. തോറ്റ സമരങ്ങൾ മാത്രമേ ഈ ദേശത്തുണ്ടായിട്ടുള്ളൂ. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് വായിക്കുന്നത് മനസ്സിലാവും. 2 സമരം മാത്രമാണ് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കിയത്. ഒന്ന് സൈലന്റ് വാലിക്കകത്ത് ഡാം വന്നില്ല, പിന്നെ വാച്ച്മൻ്റെ കഥ. ബാക്കി ഒരു സമരവും ഈ കേസ് അതിൻ്റെ വിജയം കണ്ടെത്തിയിട്ടില്ല. എന്നിട്ടും നാളെ ഈ ഒരു ആറ്റുവരമ്പിൽ ഒരു മരം മുറിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അതേ മെലിച്ച മനുഷ്യർ ഈ കവല വരും ചോദിക്കും, ഈ മരമല്ലേ? അതെ. എന്നിട്ട് നോക്കിയിട്ടൊക്കെ പറയും, എന്തുമാത്രം വവ്വാലുകൾ കൂട്ടുന്ന മരമാണ്. വികസനം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മരമൊക്കെ മുറിച്ച് മാറ്റി കഴിയുമ്പോൾ ഈ വവ്വാലൊക്കെ പോയി കൂട്ടും. അതേ ആർഗ്യുമെന്റ്, ആ യുക്തിബോധം പോലും അത് തന്നെയാണ്. അപ്ഡേറ്റ് പോലും ചെയ്യണില്ല. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഈ ഒരു മരത്തിൽ തീരുന്നാലെന്ന് മനസ്സിലാക്കണമെന്നില്ല. അതേ മെലിച്ച മനുഷ്യൻ അങ്ങനെ ഓരോ പ്രാവശ്യം തോറ്റിട്ടും പിന്നെ ഇങ്ങനെ വരുന്ന മനുഷ്യൻ. മദർ തെരേസ ഇങ്ങനെ വളരെ പ്രകാശമുള്ള സ്ത്രീയാണെന്ന് നമുക്കറിയാം. അവരുടെ ദീർഘമായ പ്രഭാഷണം നോവൽ കിട്ടിയതിന് ശേഷമുള്ള പ്രഭാഷണം മാത്രം അതിനകത്ത് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ 2 മിനിറ്റ് 3 മിനിറ്റ് അപ്പുറം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രഭാഷണങ്ങൾ കോട്ടായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ അത്രയും ഡിസ്റ്റില്ല, അത്രയും ഇങ്ങനെ
ലിസ്റ്റ് കാച്ചു നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വാക്കും ഉദ്ധരനായിട്ട് ഉപയോഗിക്കുക. എന്നിട്ടും അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ധരങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഒരൊറ്റ വാക്ക് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഹൃദയസ്പർശമായിട്ട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്നത്. ഇതിങ്ങനെയാണ്: വിജയിയാകാനല്ല, വിശ്വസ്തനാകാനാണ് എൻ്റെ വിധി. യു ആർ നോട്ട് ഗോയിങ് ടു ബി സക്സസ്ഫുൾ, യു ആർ കോൾഡ് ടു ബി ഫെയ്ത്ത്ഫുൾ. ഇങ്ങനെ ഒറ്റ ചില സഞ്ചാരങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വിജയത്തിലെത്തും എന്നൊക്കെ സങ്കല്പിക്കണമെങ്കിൽ നിങ്ങളുടെ തലയിൽ ആൾപ്പാർപ്പ് പാടില്ല. നിർഭാഗ്യവശാൽ നിങ്ങളുടെ തല ആൾപ്പാർപ്പുണ്ട്. എന്നിട്ടും ഈ കണ്ണടയോളം ഇങ്ങനെ ശരിയെന്ന് വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഷൗക്കത്തിൻ്റെ സഞ്ചാരമാവട്ടെ, അംബ്രോസ് ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുന്ന രീതിയായിട്ട് എനിക്ക് അറിയാവുന്നവരൊക്കെയാണ്. മട്ടോലി മെട്രോക്കെതിരായിട്ട് നടന്ന സംഭവമായിക്കോട്ടെ, പെട്രോളിയം പോയിക്കൊണ്ട് വൈകാതെ മെട്രോയ്ക്ക് ഓടിക്കും. ഒരു തർക്കമില്ല, അന്ന് പെട്രോളി എത്താൻ കഴിയും. പള്ളിച്ചായതുകൊണ്ട് സങ്കടം നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. എന്നാലും ഇങ്ങനെ അവസാനത്തോളം കഴിയാത്ത അവസാനമായിട്ട് ഇങ്ങനെ കാൽപ്പാദം കുറച്ചുകൂടി വിണ്ടുകയറിയ കാൽപ്പാദം ഉണ്ടാവട്ടെ. എനിക്കൊന്ന് ഈ വർഷം ഇറങ്ങിയ നല്ല പുസ്തകങ്ങളിലൊന്ന് ഇങ്ങനെ കേരള ഡാഷിൻ്റെ കാൽപ്പാദങ്ങൾ ആധാരമാക്കുന്ന പുസ്തകം, ഒരു മസ്റ്റേഡ് പുസ്തകം. അതിനകത്ത് ഈ മനുഷ്യൻ ഒബ്സർവ് ചെയ്യുന്ന കണക്ക് ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ രണ്ട് കാലം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ തള്ളവരിന് മീതൊരു നാടകം. ആ രണ്ട് ചെറിയ ദൂരത്തിനകത്തുണ്ട് നിങ്ങൾ ജീവിച്ച ജീവിതം. നിങ്ങൾ എന്തുമാത്രം അലഞ്ഞു, നിങ്ങൾ എന്തുമാത്രം ഇടറി. ഇദ്ദേഹം പറയുന്ന കണക്ക് എന്തുമാത്രം ഈ ബന്ധനായകനെ കൂടി കുറച്ചുകൂടി കാൽപ്പാദങ്ങൾ വീട്ടിലേക്കോട്ടെ. അതുകൊണ്ടൊക്കെയാണ് സ്വയം പാദരക്ഷകൾ ഉപയോഗിച്ചിട്ടും നസ്രത്തിലെ ഉപയോഗിക്കുന്ന കരുതാനായിട്ട് കാരണങ്ങളുണ്ട്. കാരണം ഇങ്ങനെ അതിൻ്റെ ചെരുപ്പിൻ്റെ വാഴയ്ക്കാണ് എന്നൊക്കെ പറയുന്ന ചില വർത്തമാനങ്ങളൊക്കെ ദിവസത്തിലുണ്ട്. എന്നിട്ടും യാത്രയ്ക്ക് പോകുമ്പോൾ അതിങ്ങനെയാണ് പറഞ്ഞത്: പോകുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു. 3 ചെറിയ സൂചനകൾ അതിനകത്തുണ്ട്. അത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ബോക്സ് ടോലി: ജീവിതം ഇത്രയും തിടുക്കമോ തിരക്കോ അധികമില്ല. വേഗതയാണ് വല്ലാത്ത അപകടം ഉണ്ടാക്കുന്നത്. വേദയ്ക്ക് വേണ്ടിയാണ് ഈ വികസനമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കളിപ്പന്തിൻ്റെ മൈതാനം കണക്ക് ഇങ്ങനെ റോഡൊക്കെ വലുതാകുമ്പോഴാണ് വികസനം എന്നൊക്കെ പറയാം. കാൽനടക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും ഒക്കെ ആ ഒരു ചെറിയ ഇടം ചുരുങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. പതുക്കെ നടക്കുന്നവർക്കും ഇങ്ങനെ പരിസരങ്ങളിലേക്ക് നോക്കി നടക്കുന്നവർക്ക് ഇങ്ങനെ നമ്മുടെ ഈ പുതിയ കാലഘട്ടമില്ല. അതിനിടയിൽ കുഞ്ഞുമക്കളോട് പറയണം: ബോക്സ് ടോലി. ബുദ്ധ ബോധവിഷ ചോട്ടിന് താഴെ ഇരുന്നുകൊണ്ട് ഒരേ ഒരു മന്ത്രമാണ് വിട്ടു നിന്നൊക്കെ ഉള്ള സങ്കല്പമുണ്ട്. ബാലിയായതുകൊണ്ട് ഒത്തിരി തർക്കമൊക്കെ ഉണ്ട്. ബാലി ഭാഷ എനിക്കറിയാം. എന്നാലും പൊതുവെ പറയുന്നത് ഇങ്ങനെയാണ്: ബുദ്ധ ഒരൊറ്റ ഭാഗം മാത്രമാണ് വിട്ടുകൊണ്ടിരുന്നത്: മെല്ലെ മെല്ലെ മെല്ലെ. ഇത്രയും പേരെ ഇവിടെ കൂടിയിട്ടുണ്ട്. അവർക്ക് ഉച്ചഭക്ഷണം ഒരുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ സംഭവമായിരിക്കും. ഹാലിലേക്കൊക്കെ അത്യാവശ്യം കുറവുണ്ട് വരുമായിരിക്കും. പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഏകദേശം 120 പേരുണ്ട്. 120 നെല്ലിക്ക ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ നെല്ലിക്ക എടുത്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ പതുക്കെ വന്ന് അതിനെങ്ങനെ എടുക്കണം. വ്യത്യാസം മനസ്സിലായി. കാട്ടിലുള്ളിലേക്ക് കയറുമ്പോഴുള്ള നിയമം തന്നെയാണ് പരമാവധി ഒന്നിൻ്റെ കാട്ടുനെല്ലിക്ക കയറുന്നത്. എന്തിങ്ങനെ കുറേ കൂടി മെല്ലെ ആകുമ്പോൾ ഇത് മെഡിറ്റേഷനാണ്. സെക്സ് ഒക്കെ ഇങ്ങനെ മെഡിറ്റേഷനായിട്ട് മാറുന്നത് ഇത് മെല്ലെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ബോധം നമ്മുടെ ചെറിയ മക്കൾക്ക് അവർ കാണുന്ന കാഴ്ചകളൊന്നും കിട്ടുന്നില്ല. അഭികരണ വാക്കാണ് സെക്സിനൊക്കെ ഉപയോഗിക്കുന്നത്. അവനൊക്കെ പറയുന്നത് അന്തം ബ്രെയിൻ വായിക്കുന്ന കണക്ക് വളരെ സൂക്ഷ്മമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ നല്ല എന്ത് ക്രിയയുടെയും പിന്നിലുള്ള നിയമത്തിൻ്റെ പേരാണ്, എന്ത് ആത്മീയത്തിൻ്റെയും പേരാണെന്ന് മെല്ലെ. പിന്നെ വോക്ജൻലി ഇത്രയും സംവാദങ്ങൾ പോലെ ആവശ്യമില്ല. ഇതുമാത്രം ഊർജ്ജം ഓരോരുത്തരും ഇങ്ങനെ സംവാദങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കുന്നത്. നമുക്ക് സംഭാഷണമാണ്. ഒന്നിനൊരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കുക. ഒത്തിരി ശരികളുടെ മീതെ എൻ്റെ ശരിയെക്കുറിച്ച് ഇത്രയും ശാഠ്യമൊന്നും ആവശ്യമില്ല. ഇത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് സഹായമാകുന്നെങ്കിൽ ആയിക്കോട്ടെ. ഇതിനപ്പുറമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്യപ്പെടാനായിട്ട്
പറ്റുന്ന വിധത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ഗൗരവമായ ഉത്തരവാദിത്തം വേണമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഒരു ചലഞ്ച് പോലെ ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പുറത്തു നിൽക്കുന്ന മനുഷ്യർ കുറെ കൂടി, അല്ലെങ്കിൽ നമ്മളവരൊക്കെ കുറെ കൂടി ഭേദപ്പെട്ടവരാണെന്നുള്ള ധാരണ സൃഷ്ടിച്ചതാണ് ഈ മതത്തിനൊക്കെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. പള്ളി കൃത്യമായിട്ട് പോകുന്ന ആൾ പള്ളിയിൽ പോകാത്ത ഒരാളെക്കാൾ ഭേദപ്പെട്ടാണെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പള്ളി നിന്നെ സഹായിക്കുന്നതിന് നീ പള്ളിയിൽ പോകും, പുഴവരം നിന്നെ സഹായിക്കുന്നതിന് അപ്പം പുഴവരത്തോട് പോകണം. ഇത്രയും തർക്കങ്ങളൊന്നും ജീവിതത്തിൽ ആവശ്യം. ചെറിയ ജീവിതമാണ്, അതിങ്ങനെ തർക്കങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നില്ല. അവസാനമായിട്ട് അവരുടെ മനുഷ്യനോടും മണ്ണിനോടും ഒക്കെ വല്ലാത്ത ആദരവ്. ബുദ്ധ ബോധോദയം പ്രാപിക്കുന്ന അയാളുടെ യൗവനത്തിലൊന്നും കേട്ട 8-ാം വയസ്സിൽ ഇങ്ങനെ ഉഴവ് നടക്കുന്നിടത്ത് ഈ കുട്ടി വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഈ ഉഴവ് നടക്കുന്നത് കണ്ടിട്ട് ഈ കുട്ടി ഇങ്ങനെ നിലവിളിക്കുകയാണ്. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഉഴവ് ചാലുകൾക്കിടയിൽ പെട്ടുപോകുന്ന ആ സൂക്ഷ്മജീവികളെ കണ്ടിട്ട് ആ കുട്ടി കരയാണ്. പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുന്നതൊന്നുമല്ല ഈ കരുണയൊക്കെ. അവനവൻ്റെ ഉള്ളിൽ ആ ഒരു ഈർപ്പം പിന്നെ വൈകാതെ ഇങ്ങനെ ഒരു കുറച്ചുകൂടെയൊക്കെ ശക്തമായി മൂർത്തമായിട്ടൊക്കെ വെളിപ്പെട്ട് കിട്ടുമായിരിക്കും. പക്ഷേ അത് ഇങ്ങനെ ഒരിടെ സംഭവിച്ച കാര്യമല്ല. സോ കുറെ കൂടി ഇങ്ങനെ മണ്ണിനോടും മനുഷ്യനോടുള്ള ആദരവ്, റെസ്പെക്ട്. റീസ്പെക്ട് എന്ന് പറഞ്ഞ വാക്കാണ് റെസ്പെക്റ്റിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത് എറ്റിമോളജി. റീസ്പെക്ട് വീണ്ടും കാണുക, റെസ്പെക്റ്റിലാണ് എന്നുള്ളതാണ്. എല്ലാത്തിനെയും ഒന്നിങ്ങനെ 2-ാം വട്ടം കാണുമ്പോഴേക്ക് നമുക്ക് നമസ്കരിക്കാൻ കാരണമുണ്ട്. വയോധികരായ മാതാപിതാക്കന്മാരും കൂടി കണ്ടു നോക്കാവോ തിരിഞ്ഞ് ചെല്ലുമ്പോൾ? തൊട്ടിൽ ഈ ഉറങ്ങുന്ന കുഞ്ഞിനെ ഒന്നുകൂടി നോക്കാവോ? കൂട്ടുകാരുടെ കണ്ണിലേക്ക് ഒന്നുകൂടി നോക്കാവോ? റിപ്പോർട്ടിലേക്കോ ഇല്ല ആ ഒരു അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഒരു കസസാക്കിസിൻ്റെ ആത്മാർത്ഥനാണ് റിപ്പോർട്ട് കേൾക്കുന്ന നമുക്കറിയാം. ഈ സാക്കിസിൻ്റെ അപ്പൂപ്പൻ കൃഷിക്കാരനാണ്, വൃദ്ധനായി. ആ നാടിൻ്റെ രീതി അനുസരിച്ചിട്ട് ഇങ്ങനെ ജോലി കഴിഞ്ഞാൽ ഇവർ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യമാരിങ്ങനെ കാൽപ്പാദം കഴിഞ്ഞുള്ളത്. അങ്ങനെ വയോധികനായ മനുഷ്യൻ പണി കഴിഞ്ഞാൽ വരുമ്പോൾ ഇങ്ങനെ ഭാര്യ ഒരു ബേസിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാൽപ്പാദം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ആദ്യമായിട്ട് ഇയാൾ അയാളുടെ കൂടെ പാർക്കുന്ന ഈ സ്ത്രീയുടെ കൈപ്പത്തിയിലേക്ക് നോക്കി. എത്ര സുഭദ്രയായിട്ട്, എത്ര അഴകുളവായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന സ്ത്രീയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരഞ്ഞും അലഞ്ഞും വീട്ടുപാത്രങ്ങളൊക്കെ സാഹിത്യരാജനൊക്കെ പറഞ്ഞത് വീട്ടുപാത്രങ്ങൾ കണക്ക് ഇങ്ങനെ ഒരഞ്ഞു പോയൊരു സ്ത്രീ കൈപ്പറ്റി ഇങ്ങനെ മെല്ലിച്ചിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ അനുതാപം ഉണ്ടായിരുന്നു. അയാൾ ഈ ബേസിൻ ഇങ്ങനെ കാലുകൊണ്ട് തട്ടിമറിച്ചു. എന്നിട്ട് ആ മെല്ലിച്ച സ്ത്രീയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മേലിൽ നീ ചെയ്യരുത്, നീ എൻ്റെ ദാസ്യമൊന്നുമല്ല, എൻ്റെ യജമാനത്തെയാണ്. ഒരിക്കൽ കൂടി ഇങ്ങനെ നോക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പൊള്ളത്തരാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയുടെ വീട്ടുവസ്ത്രങ്ങൾ പുഴ കൊണ്ട് അലക്കും. മകറ്റിലൊക്കെ വായിക്കുന്നതാണ്. അവിടെ ഇങ്ങനെ ഓടി വന്നിട്ട് തടയുകയാണ്, നീ എന്തിനാണ് എൻ്റെ വസ്ത്രങ്ങൾ ഇങ്ങനെ അലക്കണം? നിൻ്റെ വസ്ത്രം അലക്കാൻ വേണ്ടിയല്ലേ? അയാൾ പറയും, നിൻ്റെ പ്രശ്നമല്ല. കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ആണുങ്ങൾ നിങ്ങളോട് കാണിച്ചിരിക്കുന്ന അനീതികൾക്കുള്ള എൻ്റെ ഒരു അനുതാപം മാത്രമാണ്. അതാണ് സംഭവിക്കേണ്ടത്. അയാൾ അവളുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പുഴയിലേക്ക് പോകും. എന്തെങ്കിലും ഒരു ചെറിയ ചുവടിൽ കൂടി വിശ്വസിക്കുക. കണ്ട ആ വിചാരങ്ങളെ ഒന്ന് വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നു. സുൽമാഷിൻ്റെ ആ ഒരു പ്രഭാഷണത്തിൻ്റെ തുടർച്ച മാത്രമാണ്. തന്മാഷത് പൂർണ്ണമാക്കും. 3 ചെറിയ യൂണിറ്റായിട്ട് ഇങ്ങനെ എടുത്താൽ മതി എന്ന് എൻ്റെ ഒരു തോന്നൽ. അതിനകത്ത് പ്രകൃതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആരംഭിച്ചത്. അവനവൻ ഭൂമിയാണ് തിരിച്ചറിയുക, മണ്ണാണെന്നല്ല ഭൂമി. നോട്ട് ദ സോയിൽ, ഇർത്ത് ഉണ്ടാക്കുന്ന വ്യത്യാസം. അതിനകത്തുനിന്നാണ് ജൈവമനുഷ്യനൊരു സങ്കല്പം കാണാനായിട്ട് ശ്രമിച്ചത്. ഒന്നിങ്ങനെ ശിരസിൽ കുറച്ചുകൂടി കവിതയുള്ള മനുഷ്യൻ, 2 സദാ തുറന്ന് പിടിച്ച മിഴി, 3 പിളർന്ന നെഞ്ചം, 4 എന്തിനോടും കുറച്ചിങ്ങനെ അവസാനത്തോളം പോകാൻ പറ്റുന്ന മനുഷ്യൻ, അത്ര പെട്ടെന്നൊക്കെ വഴങ്ങാത്ത മനുഷ്യൻ, അവസാനമായിട്ട് കുറച്ചുകൂടി വിണ്ടുകീറിയ കാൽപാദങ്ങൾ,
പാദരക്ഷകളില്ലാത്ത സഞ്ചാരം. മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിപ്പഴിച്ചിട്ട് നമ്മളോട് പറയണം, മെല്ലെ നടക്കുക, സൗമ്യമായി നടക്കുക, ആദരപൂർവ്വം നടക്കുക. ഞാൻ വിചാരിക്കുന്നു ചെറിയ മക്കൾ ഉൾപ്പെടെ ഉള്ള ഇവിടെ എത്തിയിരിക്കുന്ന മനുഷ്യർക്ക് ആ വിശേഷണം വഴങ്ങും, ജൈവ മനുഷ്യൻ. അതുകൊണ്ട് നമ്മുടെ അടുത്തിരിക്കുന്ന ആ ജൈവ മനുഷ്യനെ ഒരു സെക്കൻഡ് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന് നമുക്കിതിനെ ഒന്ന് ഒരു നല്ലൊരു ആശംസ അവസാനിപ്പിക്കാൻ സ്ട്രൈറ്റ് ആയിട്ടിരുന്ന തൊട്ടരികിലിരിക്കുന്ന ആളുടെ കയ്യിൽ പതുക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം. അരികിലിരിക്കുന്ന ആളുടെ കയ്യിൽ ചേർത്ത് പിടിക്കും. ഒറ്റയ്ക്കിരിക്കുന്നവരൊന്നും ചേർന്ന് ചോദിക്കുന്നത് ഒന്ന് ഒരു സെക്കൻഡ് ആരാണെന്ന് പോലും അറിയത്തില്ല ഇപ്പം. കാരണം അത്രയും പെട്ടെന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് അതിപ്പോൾ പ്രധാനപ്പെട്ടതല്ല. അപ്പം ആകപ്പാടെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവർ ഹോൾഡിങ് എ മാൻ. കൈപ്പത്തിക്കും വലിയ അടയാളങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ മനുഷ്യൻ്റെ കൈരേഖ അതൊരു വിശ്വാസത്തേക്കാൾ കൂടുതലായിട്ട് അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു തിയറിയാണ്. കൈയൊക്കെ പുറത്തു പിടിക്കാനൊക്കെ ആയിട്ട് കല്യാണത്തിന് പറയുന്ന അർത്ഥം എന്താണ്? ഒരാളുടെ കൈപ്പറ്റി അയാളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു മെറ്റഫറാണ്. അതുകൊണ്ട് അത്രയും ആളുകൾ അരികിലിരിക്കുന്ന എൻ്റെ കൈയൊക്കെ പുറത്ത് പിടിച്ച് ഒരു മനുഷ്യജീവിയെ എന്തുമാത്രം വിനയത്തോടും സ്നേഹത്തോടും കൂടി ചേർത്ത് പിടിക്കാനാണ് അത്രയും സ്നേഹത്തോട് ചേർത്ത് പിടിച്ചത്. ഒന്ന് കണ്ണു കൂട്ടി ഇത്തിരി നേരം ഇരിക്കാം. അരികിലിരിക്കുന്ന ആളല്ല നിങ്ങൾ തൊടുന്നത്. നിങ്ങൾ ഈ പ്രപഞ്ചത്തെ തൊടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ലളിതമായ ജസ്റ്ററായിട്ട് മാത്രം ഇതിനെ കാണുക. അരികിലിരിക്കുന്ന ആള് ജൈവ മനുഷ്യനാണ്. വൃക്ഷങ്ങൾക്ക് മുമ്പിൽ വിളക്ക് കത്തിക്കുന്ന നാട്ടിലുള്ള ആൾക്കാരാണ് നമ്മൾ. അയാളുടെ മുമ്പിൽ മനസ്സുകൊണ്ട് വിളക്ക് കത്തിച്ച് നേരെ സമാധാനത്തിലിരിക്കുക. നിന്റെ കൈപ്പത്തിയിൽ നിന്റെ ദുരിതങ്ങളുണ്ട്, നിസ്സഹായതയുണ്ട്. നീക്കൊണ്ടിരിക്കുന്നൊരു കൈവക്കും തേഞ്ഞ ജീവിതമുണ്ട്. യെസ്, ഫീൽ യുവർ ബ്രദർ, ഫീൽ യുവർ ബ്രദർ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞു കാര്യത്തിനുകൂടി എന്നോടൊപ്പം ചേർന്നാൽ നല്ലതായിരിക്കുമെന്ന് കണ്ണുകൂട്ടി കൈകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞൊരാശംസ അവർക്ക് വേണ്ടി ഒന്ന് നമുക്ക് പറയാം. നമുക്ക് ഒരുമിച്ച് പറയാം. നമുക്ക് ഒരുമിച്ച് നിന്റെ ശിരസിൽ കവിത ഉണ്ടാവട്ടെ, തുറന്ന മിഴികളിൽ ഈർപ്പമുണ്ടാവട്ടെ, സദാ പിളർന്ന നെഞ്ചുണ്ടാവട്ടെ, ദൃഢമായ നട്ടലുണ്ടാവട്ടെ, അവരിലേക്ക് വിരിച്ചു പിടിച്ച കരങ്ങളുണ്ടാവട്ടെ, പാദം കുറെ കൂടി വിണ്ടി കീറട്ടെ. അങ്ങനെ നീ മറ്റൊരു മരമായി രൂപപ്പെടട്ടെ. ഏറ്റവും സ്നേഹത്തോടെ ആദരവോടും കൂടി നമ്മുടെ കോർത്ത് പിടിച്ച ആ കരങ്ങളെ നമുക്ക് ചുംബിക്കാം. കൈപിടിച്ച് പരസ്പരം കരങ്ങളിൽ വെച്ചു. നമസ്തേ.